Hello children, how are you? Today we are discussing first chapter in the 7th class. The first chapter name is adding angles. In adding angles, we have to know what is angles. What is angles? The measurement in between two lines that meeting a point. That is a angles. That is representing in degree. You know that the angles representing or measurement by protractor. How to measurement? In here the angles are measuring from 0 to 180, 0, 10, 20, 30, 40, 50. Here middle point is 90 because what? Half of the 180 is 90. Then here look, here also have 0, 10, 11, 12, that is going 20, 30, 40 up to 9, then maximum 180 degree. This is a point, midpoint is a point. Then we putting like this, then how many angles in a point? Total 360 degree. Okay, 180 plus 180 is a 360 degree. Then we have to draw angles. The here given examples, then we write anything angle, we write anything values here, LM and PQR as your wish. Okay, let us join. First want to draw a line. This one we write here ABC. ABC means here B is the angle. Okay, in B is the we want to write the angle. Then look here, this one is a midpoint. So midpoint of this is putting here and draw setting across the line. ഈ പ്രൊട്രാക്ടറിൻ്റെ മിഡ് പോയിന്റ് ഇവിടെ വെക്കുക, ബീൻ്റെ അവിടെ വെക്കുക, എന്നിട്ട് സീറോയ്ക്ക് സമാനമായിട്ട് പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് ഇവിടെ നോക്കുക, സ്റ്റാർട്ടിങ് വിത്ത് സീറോ, എപ്പോഴും സ്റ്റാർട്ടിങ് വിത്ത് സീറോ, 0, 10, 20, 30, 40, 50, 60. ഹൗ മച്ച്? 90. We mark here 90 and join the line. Here look, this one what? C. Here given C. This one 90 degree. എപ്പോഴും 90 ഡിഗ്രീനെ 90 ഡിഗ്രീനെ എഴുതാനില്ല. ഈ ഒരു സിമ്പിളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതൊരു പെർപെൻഡിക്കുലർ അല്ലേ, ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലറാണ്. പെർപെൻഡിക്കുലർ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇനി പി ക്യു ആർ വരച്ചേ, പി ക്യു ആർ, ആർ എസ് ടി, എൽ എം എൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചേ. ഇവിടെ നോക്കാം, എൽ എം 35 ഡിഗ്രി, എൽ എം വേണ്ട, പി ക്യു ആർ തന്നെ എടുക്കാം, പി ക്യു. ഓക്കെ, ക്യു എടുത്താൽ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? പ്രൊട്രാക്ടർ എടുക്കുക, എന്നിട്ട് 180 ഡിഗ്രി 150 ഡിഗ്രിയാണ് നമ്മൾ ബീൻ്റെ അവിടെ മിഡ് പോയിന്റ് വെക്കുക, മിഡിൽ വാല്യൂ വെക്കുക, എന്നിട്ട് 180 ഡിഗ്രി മാർക്ക് ചെയ്യുക. 0, 10, 11, 12 ഇവിടെ ആയിട്ട് എത്രയാ? 150 മാർക്ക് ചെയ്തു. എന്നിട്ട് കണക്ട് ചെയ്യാം. ഇതിനെ നമുക്ക് ആംഗിൾ പി ക്യു ആർ എന്ന് എഴുതാം, ആംഗിൾ ആർ ക്യു പി എന്ന് എഴുതാം. ഓക്കെ, ആംഗിൾ ക്യു എഴുതിയാലും കറക്റ്റാണ്.
ഇനി ഏതാ ആർ എസ് ടി. ആർ എസ്. ഓക്കെ, ഇനി എങ്ങനെയാ 260 അല്ലേ. 260 ആംഗിൾ എങ്ങനെ വരയ്ക്കുക? ഇവിടെ നിന്ന് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ 180 ഇവിടെ വരായി. 180 പ്ലസ് 20 അല്ലേ, അല്ല 180 പ്ലസ് എത്രയാ, 180 പ്ലസ് 80 അല്ലേ 260. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പെർപെൻഡിക്കുലർ ഇങ്ങനെ വെച്ചിട്ട് 80 എടുത്താലായി. ഇതായിരിക്കും 260 ഡിഗ്രി. ഇതായിരിക്കും 260 ഡിഗ്രി. ആർ എസ് ടി ആംഗിൾ ആർ എസ് ടി ഡിഗ്രി, ഇത് 260 ഡിഗ്രി. ഇവിടെ എത്ര ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും അല്ലേ? 40 ആണോ? 100 ഡിഗ്രി ആയിരിക്കും അല്ലേ? ചെക്ക് ചെയ്താൽ മതി. ഇവിടെ നോക്കുക, ഇത് നോക്കിയേ 100 ഡിഗ്രിയാണ്. ഇവിടെ 100 ഡിഗ്രി, ഇത് 260 ഡിഗ്രി. ടോട്ടൽ എത്രയാണ്? ഒരു പോയിന്റിൻ്റെ സർക്കിളിന് ടോട്ടൽ 360 ഡിഗ്രി. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, 40 എടുക്കുക, 40 എടുത്തിട്ട് മാർക്ക് ചെയ്യുക, ഡ്രോ ചെയ്യുക, ബാക്കിയുള്ളത് 260 ആയിരിക്കും. മനസ്സിലായില്ലേ? 180 എബോവ് വന്നാലും മനസ്സിലായില്ലേ? ഇനി 35 ഡിഗ്രി, അത് നിങ്ങൾ ചെയ്യുമല്ലോ നോട്ടിൽ, ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതാം. ഇനിയൊരു കാര്യം കൂടി ആംഗിൾസ് പറയാനുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ അക്യൂട്ട് ആംഗിൾ എന്താ, റൈറ്റ് ആംഗിൾ എന്താ, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താ. 5th ക്ലാസ്സിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലേ, ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ദ ആംഗിൾ ഇൻ ബിലോ ദി 90 ഡിഗ്രി ഇറ്റ്സ് ദ acute angle. Angle which is greater than 90 degree, it is the obtuse angle. Angle it is 90 degree, it's a right angle. 90 ഡിഗ്രിനേക്കാളും ചെറിയ ആംഗിളിനെ അക്യൂട്ട് ആംഗിളും 90 ഡിഗ്രിൻ്റെ ആംഗിളും റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതെങ്ങനെയാ? പെർപെൻഡിക്കുലർ. 90 ഡിഗ്രിനേക്കാളും എബോവ് എത്ര വരെ? 360 ഡിഗ്രി വരെയുള്ള ആംഗിളിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. അത് നിങ്ങൾക്കറിയാലോ. ഇതിൽ ഈ ഒരു AOC എന്നുള്ള ഒരു AOCB എന്നുള്ള ഫിഗറിൽ ഹൗ മെനി ആംഗിൾസ് ഹാവ്? ഹൗ മെനി? 1 2 ഓർ AOB BOC അല്ലാതെ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? അതെ, ഒന്നുകൂടി ഉണ്ട്, AOC ഉണ്ടല്ലേ. അപ്പോൾ 3 ആംഗിൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിന് ഞങ്ങൾ ക്വസ്റ്റ്യൻ ഇതാണ്, how to find or measure the angle of angle AOC. You find how to find this one AOC. Write in your notebook. AOC is equal to how to angle AOB plus angle BOC. AOB plus angle BOC. How much? Angle AOB is AOB. How much? 45 degree plus 35 degree. How much? 45 plus 35? 80 degree. Okay, then this angle AOC or angle COA is 80 degree. Then find this one, which is given. Angle COB given, angle BOA given. You want to find angle AOC or angle COA. Angle AOC is equal to angle COB plus angle AOB. COB how much? COB how much? 30 degree plus angle AOB or BOA 60 degree, 90 degree. This one is a right angle. Okay, this one is a right angle. Okay, then here find, here which is given, angle AOB given 20 degree.
Okay, here look, this one, angle 20 degree. Here also BOC given, is given here. No, it is not given. Which given? Angle AOC given. AOC how much? 120 degree. Here look, we want to find angle BOC. We want to find angle BOC. How to find? ഈ വലിയൊരു ആംഗിളിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ ഇത് കിട്ടൂലേ? ഈ വലിയൊരു ആംഗിളിൽ നിന്ന് ഇത് എന്താ കുറച്ചാൽ ഇത് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയേ, മനസ്സിൽ ചെയ്ത് നോക്കിയേ. 120 മൈനസ് 20 100 ആയിരിക്കും ഇതിൻ്റെ ആംഗിൾ. ഒന്നുകൂടി ചെയ്ത് നോക്കാം. ആംഗിൾ എ, ആംഗിൾ BOC is equal to angle AOC minus angle BOA or AOB. AOC how much? AOC how much? Given 120 degree minus angle BOA how much? BOA how much? We want to find BOA how much? 20 degree. Yes. Then how much? 100 degree. Then do this. Here only 40 degree given. Okay. Now okay. Angle COA is how much? 80 degree. Angle BOA is 40 degree. You want to find angle COB. How to find? You minus C minus AOB, AOC minus BOA. How much you got? 80 minus 40? 40. How to find this one? Angle COB is equal to angle AOC minus angle AOB. Then look, AOC 80 minus 40 degree. If you have doubt, ask. Okay? Simple, no? Simple alle. Okay, understood. Same like question given in your textbook, the first 2 pages, you want to find answer. Okay? And now look at this one. What? This one your instrument in your geometry box. In this one what? This one all 2 triangles. Here you want to find angles of these sides. You want to draw in your notebook. Look at this triangle or this instrument. This one how much? Look, this one is a 90 degree. This one 45 degree. This one also 45 degree. You look, the speciality of this triangle is the length of these and these both sides are same. No? This side in the length same alle. Appo idinte corresponding angles same ആയിരിക്കും. ഇവിടെ നോക്കുക, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ടോട്ടൽ എത്രയാ ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ മെഷർമെൻറ്റ്? 180 ഡിഗ്രി. അപ്പോൾ 180 മൈനസ് 90 എത്രയാ? 90 ഡിഗ്രി. 90 ഡിഗ്രിന് ഇത് ഈക്വൽ പാർട്സ് ആണ്.
അപ്പോൾ 45 45 ആയിരിക്കുമല്ലോ, കാരണം ഇതിൻ്റെ ലെങ്ത്തും സെയിം ആണ്. ഒരു ട്രയാങ്കിളിലെ ടു sides are equal, then the angles are equals, they are corresponding. Okay, then this one, another instrument in your box, this one. Like this one here, you want to measure how much. This one perpendicular, no? Perpendicular how much? 90 degree. And this one here, keeping here like this and measure the angle 30 degree. You know that one is 90 degree, then 30 degree. How much? Total 120. Then in total angle 180 minus 120 and 60. Here is the 60. If you check in your protractor, you will get 60 also. Yes, 60 degree. Okay. Now you measure the angle of this one. Okay, how to? Here look, angle of this one. Putting here and keep line same, then this one with 105. Okay, here look 105. Look, then this is what? One straight line. ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ, ഇങ്ങനെ പേര് നമുക്ക് കൊടുക്കാം. എ ഒ ബി ആണെങ്കിൽ എ ഒ ബി ഒരു സ്ട്രൈറ്റ് ലൈനാണ്. ഇനി മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 45 + 30 + 105. ഹൗ മച്ച്? 5 + 5 0, 10, 8, 180. ഒരു സ്ട്രൈറ്റ് ലൈനിൽ ഒരു പോയിൻറ്റിൻ്റെ വാല്യൂ 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ ഇത്. എങ്ങനെ വേണമെങ്കിൽ സ്ട്രൈറ്റ് നമുക്ക് ഇങ്ങനെയും മാത്രമല്ല, എങ്ങനെ വേണമെങ്കിൽ വരാം, ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഇങ്ങനെ നമ്മൾ ഡ്രോ ചെയ്ത് ഒരു പോയിൻ്റ് എടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു എത്ര ലൈൻസ് പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആയിരിക്കും. അതുപോലെ തന്നെയല്ലേ ഇതിലും. ഇതൊരു പ്രൊട്രാക്ടർ ഹിയർ നോക്ക്, ഒരു പോയിൻ്റാണ് എന്ന് നോക്കാം, ഒരു സ്ട്രൈറ്റ് ലൈനാണ്. എത്ര ആംഗിൾസ് പോയാലും ടോട്ടൽ 180 അല്ലേ വരിക. ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അതാണ് ലീനിയർ പെയർ എന്ന് വെച്ചാൽ. ലീനിയർ പെയർ ഈസ് എ ലൈൻ ദാറ്റ് ഈസ് എ ലൈൻ. വൺസ് അഗെയിൻ ടെല്ലിങ്, a line is drawn from another line, then the sum of the two sides or either side is 180 degree. ഇതിന് ആംഗിൾ, രണ്ടിൻ്റെ ആംഗിൾ സമ്മ് 180 ആയിരിക്കും. ഇഫ് എ ലൈൻ is drawn from another line, then the sum of the either side of the line is 180 degree. അതാണ് ലീനിയർ പെയർ. ലീനിയർ പെയറിൻ്റെ ആംഗിൾ സമ്മ് ഈസ് 180 ആയിരിക്കും. ഓക്കെ, 180 ആയിരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. എന്നാലും ഇതിൽ ടോട്ടൽ 180 ആയിരിക്കും. ഇനി ഇവിടെയോ? ഇവിടെയും 180 ആയിരിക്കും. എന്തായാലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഇതിന് എത്ര വാല്യൂസ് കൊടുത്ത് ഇതിൻ്റെ ടോട്ടൽ 180 ആയിരിക്കും. ഇതും 180 ആയിരിക്കും. ഓക്കെ, ടോട്ടൽ 360 ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഇവിടെ നോക്കാം. ഇതിൻ്റെ വാല്യൂ നമുക്ക് 20 തന്നിട്ടുണ്ട് ഗിവൻ.
പിന്നെ ഇത് 90 ഡിഗ്രി. ഓക്കെ, ഇത് 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇതിന് വാല്യൂ എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിച്ചാലോ. നമുക്ക് പേര് കൊടുക്കാം. എ ഒ ബി സി ഡി. ABCD എന്ന് കൊടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എവിടെ നോക്കിയേ, COB അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ആംഗിൾ AOD പ്ലസ് ആംഗിൾ DOC പ്ലസ് ആംഗിൾ BOC is equal to 180 degree. Angle AOD how much? This one 90 degree plus angle DOC how much? 20 degree plus BOC we don't know. Then this one 90 plus 20 110 plus angle BOC is equal to 180. Then how to find BOC? Here this one plus ഒരു സമ്മിൻ്റെ ഈക്വൽ സൈനുണ്ട്. ഈ സൈഡ് ആഡീഷനും ആണെങ്കിൽ ഈ സൈഡ് എന്താ, ഈ സൈഡ് പോകുമ്പോൾ മൈനസ് ആവും അല്ലേ. ഇത് പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആവും, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ഡിവിഷൻ ആവും, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആവും, ഇത് ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇനി ആംഗിൾ BOC നോക്കാം. ആംഗിൾ BOC ഈസ് ഈക്വൽ ടു 180 മൈനസ് 110. ഹൗ മച്ച് 180 മൈനസ് 110? 70 ഡിഗ്രി അല്ല. അപ്പോൾ ഇതിന് വാല്യൂ എത്രയായി? 70 ഡിഗ്രി. മനസ്സിലായില്ലേ? ഒന്നുമില്ല, ഒന്നും നോക്കണ്ട, സിമ്പിളാണ് കാര്യം. ഒരു ലൈനിൻ്റെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ എത്ര ആംഗിൾസ് ഉണ്ടെങ്കിലും അതിന് ടോട്ടൽ 180 ആണ്. അപ്പോൾ നമുക്ക് വലിയ വലിയ ഫിഗർ തന്നിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ ടിപ്സ് നോക്കിയിട്ട് 180 ആവും. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും 180 കണ്ടുപിടിക്കാം, 180 ആക്കാം. ഇത് 90 ആണ്, ഇത് 20 ആണ്, 110 ആയി. 110ൽ എത്ര കൂട്ടിയാലാണ് 180 ആവുക? 70 കൂട്ടിയാലല്ലേ. അപ്പോൾ 180 110 പ്ലസ് 70 ഈസ് ഈക്വൽ ടു 180 കിട്ടി. Students, this figure is given, then you have to find all the remaining angles. Okay, which one is given? Angle EOD given, how much? 40 degree. Angle DOB given 70 degree. You want to find angle BOC and angle AOC and angle AOE. Okay, find it. How to find? You look here, AB and CE are straight lines അല്ലേ. ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് ഇത്, ECയും ABയും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിനിപ്പോൾ ഈ ആംഗിളിൽ ടോട്ടൽ എത്ര ആയിരിക്കും? 180 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 70 ഉണ്ട്, 40 ഉണ്ട്. ഇത് 2 പ്ലസ് ചെയ്താൽ എത്രയാ? 70 പ്ലസ് 40 ഈസ് 110 കിട്ടി അല്ലേ. ഇതിന് ടോട്ടൽ 180 ആണ്. അപ്പോൾ 180 മൈനസ് 110 ചെയ്താൽ പോരെ? ഹൗ മച്ച്? ദിസ് വൺ 70 അല്ലേ, 70 അല്ലേ. ഇനി ഇത് നോക്കാം, ഈ സ്ട്രൈറ്റ് ലൈൻ നോക്കാം. CE ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ. അപ്പോൾ ഇത് ഇവിടെ ഈ പോയിന്റ് ഉണ്ട്. ഇതിന് സമ്മ എത്രയായിരിക്കും? 180 ആയിരിക്കും. ഇതിൻ്റെ സമ്മ 180 ആയിരിക്കും. 40 പ്ലസ് 70 എത്രയാ? 110. 110 പ്ലസ് 70 അല്ലേ 180. അപ്പോൾ ഇവിടെയും 70 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കാം. എങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ എടുക്കാം. AB ഒരു സ്ട്രൈറ്റ് ലൈനാണ്. അപ്പോൾ ഇവിടെയും ടോട്ടൽ 180 ആണ്, ലീനിയർ പെയർ ആണ്. ഓക്കെ, ലീനിയർ പെയർ ആണ്. അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും?
110 അല്ലേ? അപ്പോൾ എങ്ങനെയുള്ള ഇതാ ആംഗിൾ AOC പ്ലസ് ആംഗിൾ COB ഈസ് 180 ബ്രാക്കറ്റിൽ ലീനിയർ പെയർ. അങ്ങനെ നോട്ട്സിൽ എഴുതി വെക്കണം. ഓക്കെ, ലീനിയർ പെയർ എന്ന് എഴുതി വെക്കണം. എവിടെയൊക്കെ ലീനിയർ പെയർ ഉണ്ട് അവിടെ എഴുതി വെക്കാം. കണ്ടുപിടിക്കൂലേ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്യാം. വേറെ പ്രോബ്ലം ചെയ്യണം ഇതുപോലത്തെ? ഒന്നുകൂടി ചെയ്യാം. ഇത് കണ്ടുപിടിച്ച ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കുക. എങ്ങനെയല്ല കണ്ടുപിടിക്കുക? നമുക്ക് ഈസി ആയിട്ടുള്ള ഇത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ആദ്യം ഇതെന്താ? AB ഒരു സ്ട്രൈറ്റ് ലൈനാണ്. AB എന്നൊരു സ്ട്രൈറ്റ് ലൈനാണ്. അപ്പോൾ ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. വാല്യൂ എത്രയാണ്? BOCൻ്റെ വാല്യൂ ആണ് 60. അപ്പോൾ 180 മൈനസ് 60 ചെയ്താലല്ലേ ഈ വാല്യൂ കിട്ടുക? എത്രയാ? 120. 120 ആയിരിക്കും ഏതിൻ്റെ വാല്യൂ? ആംഗിൾ AOC അല്ലേ? ആംഗിൾ AOC സമ 120 ഡിഗ്രി. അപ്പോൾ ഇത് എത്രയായി? 120 ഡിഗ്രി ആയി. ഇനി എന്തൊക്കെയുണ്ട്? ഇനി ഒരു CE ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈനിൻ്റെ ഇത് 180 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് ടോട്ടൽ 180 ആണ്. ഇത് 120 ആയി, ഇവിടെ 20 ഉണ്ട്, 140 ആയി. 140 ആണെങ്കിൽ ഇത് ടോട്ടൽ 180 ആണ്. അപ്പോൾ 180 മൈനസ് 140 40 ഡിഗ്രി. ടോട്ടൽ കണ്ടുപിടിക്കുക. എത്ര? 20 പ്ലസ് 40 എത്രയാണ്? 60. 60 പ്ലസ് 180 120 180 ആയി. അപ്പോൾ കറക്റ്റായി. ഇനി എന്താ? ഇത് മാത്രമല്ലേ ബാക്കിയുള്ളത്? ഇവിടെ നോക്കുക. 60യും ഇത് CE സ്ട്രൈറ്റ് ലൈനാണ്. അപ്പോൾ ഇതൊരു ലീനിയർ പെയറാണ്. ലീനിയർ പെയറിൽ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ് 180 കൊണ്ട് മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ 180 മൈനസ് 70 പ്ലസ് 60. 70 പ്ലസ് 60 എത്രയാ? 130 അല്ലേ? 180 മൈനസ് 70 പ്ലസ് 60 130 അല്ലേ? അതിന് ആംഗിൾ വാല്യൂ ആംഗിൾ EOD. ഇനി 180 മൈനസ് 130 ഈസ് ഈക്വൽ ടു ആംഗിൾ EOD. ദെൻ 180 മൈനസ് 130 60 ആംഗിൾ EOD. 180 മൈനസ് 150 130 50 അല്ലേ? 50 ഡിഗ്രി. കിട്ടിയില്ലേ? കൺസെപ്റ്റ് മനസ്സിലായില്ലേ? എന്ത് ഫിഗർ കൊടുത്താൽ നിങ്ങൾ ചെയ്തിരിക്കണം. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇനിയൊരു കൺസെപ്റ്റാണ് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ. Once if a line is cutting across another line, then the formation of 4 angles, the adjacent 2 angles are 180 degree or a linear pair and opposite angles are equal. ഒന്നുകൂടി പറയാം. ഇവിടെ നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ലുക്ക് ഹിയർ. ആംഗിൾ EOA തന്നിട്ടുണ്ട്. എത്രയാ? 70. BOC
55 degree. You want to find and remaining angles. Angles AOB and angle EOD, angle DOC. Okay, then you look here. ഇത് നമ്മൾ പറഞ്ഞില്ലേ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഇതൊരു ലൈൻ എ ഡി ഒരു ലൈന് സ്ട്രൈറ്റ് ലൈന്, ആംഗിൾ EC ഒരു സ്ട്രൈറ്റ് ലൈന്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഇതല്ലേ ഓപ്പോസിറ്റ് ആംഗിൾ 70യും ഇതെത്ര ആംഗിൾ EOA ഈസ് ഈക്വൽ ടു ആംഗിൾ DOC. കാരണം എന്താ ഓപ്പോസിറ്റ് ആംഗിൾസാണ്. അപ്പോൾ ഇവിടെ 70 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ EOA ഓർ AOC എന്ന് എഴുതാൻ പറ്റും. ഈസ് ഈക്വൽ ടു ആംഗിൾ DOC. ഹൗ മച്ച്? 70 degree. It is a opposite angle. Opposite angle. Then ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലേ? ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പോൾ ഹിയർ 70 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ടോട്ടൽ 180 അല്ലേ? 110 ഡിഗ്രി. അപ്പോൾ ഇതാ ആംഗിൾ EOD പ്ലസ് ആംഗിൾ COD is equal to 180 degree because it is a linear pair. EOD how much? EOD want to find. COD is 70 degree is equal to 180 degree. Then angle EOD is equal to 180 minus 70, 110 degree. Okay, understood? മനസ്സിലായില്ലേ? ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്, ഇതൊരു ലീനിയർ പെയർ ആണ്. അതുകൊണ്ട് ഇതിന് ടോട്ടൽ എത്ര ആയിരിക്കും? 180 ആയിരിക്കും. 70 തന്നിട്ടുണ്ട്. 180 മൈനസ് 70 ചെയ്യാം, 110 കിട്ടി. നെക്സ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ EC ആൻഡ് AD ആർ സ്ട്രൈറ്റ് ലൈൻസ്. We told that opposite angles equals. Here this one EOD and AOC are opposite angles. അല്ലേ? ഇവിടെ രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ എന്താണ്? അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ EOD ഈസ് ഈക്വൽ ടു ആംഗിൾ EOC. ഹിയർ ഗിവൺ 55 ഗിവൺ. ടോട്ടൽ എത്രയാണ് വേണ്ടേ? 110 ആണ് വേണ്ടേ. അപ്പോൾ 55 കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? 50 ആയിരിക്കും അല്ലേ? 55 പ്ലസ് 50 110 ആണോ? 110 ആയോ? ഇല്ല, 105 ആയി. 55 പ്ലസ് 55 110 ആയി. ആയില്ലേ? മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതാ ആംഗിൾ EOD ഈസ് ഈക്വൽ ടു ആംഗിൾ AOC 110 because opposite angles are equals. Then EOD how much? 110 is equal to AOC ന്റെ വാല്യൂ എത്രയാ? AOC ന്റെ വാല്യൂ എത്രയാ? AOB പ്ലസ് BOC. ആംഗിൾ AOB പ്ലസ് BOC എത്രയാ? 55. Then 110 minus 55. 55 angle AOB. And how much? 110 minus 55 is 55. Angle AOB is equal to 55 degree. Understood? കൺസെപ്റ്റ് മനസ്സിലായില്ലേ ഈ ചാപ്റ്ററിൻ്റെ? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതെല്ലാം ചെയ്ത് നോക്കാം. മനസ്സിലായില്ലേ? ഈസി അല്ലേ? ഓക്കെ, താങ്ക് യു.